പാലിയേക്കരയിൽ ഉപാധികളോടെ ടോൾ പിരിക്കാനുള്ള അനുമതി നൽകി. നിരക്ക് കൂട്ടില്ല, പഴയ നിരക്ക് തുടരും. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, പാലിയേക്കരയിൽ ഇനി ടോൾ പിരിക്കാമെന്നുള്ളൊരു ഹൈക്കോടതി ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഉപാധികളോടെയാണ് ടോൾ പിരിക്കാനായിട്ട് അനുമതി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഉപാധികൾ? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഏതായാലും 2 മാസത്തിന് ശേഷമാണ് ടോൾ പിരിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് പാലിയേക്കരയിൽ. കാരണം നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദങ്ങളാണ് ഈ പാലിയേക്കരയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ എത്തിയ കേസാണിത്. അതിനുശേഷമാണ് ഇത് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ഹൈക്കോടതി 2 മാസത്തിന് ശേഷമാണ്, 2 മാസമായി ഇവിടെ ടോൾ പിരിവ് ഉണ്ടായിരുന്നില്ല. ടോൾ ഹൈക്കോടതിയുടെ വിധി പ്രകാരം, സ്റ്റേ പ്രകാരം ടോള് നിർത്തിവെക്കുകയായിരുന്നു. അതിനുശേഷം 2 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ടോൾ പിരിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ഈ കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്രയും നീണ്ടത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു തവണ കേസ് പരിഗണിക്കുമ്പോഴും കളക്ടറുടെ റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിരുന്നു. അപ്പോൾ കളക്ടർ പറയുന്നത്, അതായത് ഇപ്പോഴും ഗതാഗതക്കുരുക്ക് തുടരുകയാണ്, അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുകയാണെന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതിയെ തൃശ്ശൂർ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടോള് പിരിവ് അനുവദിക്കാതിരുന്നത്, ടോള് സ്റ്റേ നീളുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ ജീവനക്കാരും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി സമീപിക്കുകയും ചെയ്തു. കാരണം ഒരുപാട് കരാർ ജീവനക്കാർ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ രീതിയിൽ ഹൈക്കോടതി സമീപിച്ചെങ്കിലും ഹൈക്കോടതി അതിനൊന്നും തയ്യാറായില്ല. അങ്ങനെ ടോൾ പിരിവ് പിരിക്കേണ്ട എന്ന രീതിയുമായി ഹൈക്കോടതി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ടോൾ പിരിവ് ഉപാധികൾക്ക് അതിനിടെ ഇന്ന് അവസാന അന്തിമ വിധി പറയുമെന്ന് ഹൈക്കോടതി പറയുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് അന്തിമ വിധിയുമായി ഹൈക്കോടതി തീർക്കുന്നത്. ഉപാധികളോടെയാണ് ഇപ്പോൾ ടോൾ പിരിവിന് അനുമതി നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുക്കിയ നിരക്ക് ഈടാക്കരുത് എന്നാണ്. അതായത് ടോൾ പിരിവിന്റെ പുതുക്കിയ നിരക്ക് ഈടാക്കരുത്, പകരം പഴയ നിരക്ക് തന്നെ ഈടാക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. യാത്രക്കാരുടെ യാത്രാ സമയം കുറക്കുക, വികസന പദ്ധതികൾ നടക്കുകയാണ് ഈ സാഹചര്യം ഒപ്പം തന്നെ യാത്രക്കാരുടെ യാത്രാ സമയം കുറക്കുന്നതിനും വികസന പദ്ധതികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ സാഹചര്യം പരിഗണിച്ചു. റോഡ് വികസനവും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതൊക്കെയാണ് കോടതി ഈ ഒരു പാലിയേക്കരയിലെ ടോൾ പ്ലാസയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പാലിയേക്കരയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമായും കോടതി പരിഗണിച്ചത്. ഏതായാലും 2 മാസത്തിന് ശേഷമാണ് പാലിയേക്കരയിൽ വീണ്ടും ഒരു ടോൾ പിരിവിന് അനുമതി കോടതി നൽകിയിരിക്കുന്നത്. ഉപാധികളോടെയാണ് അനുമതി നൽകിയത്. അതായത് ഹൈക്കോടതി കാര്യമായി തന്നെ ഈ കേസ് പരിഗണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2 മാസമാണ് ഈ കോടതിയുടെ ഉത്തരവ് പ്രകാരം പാലിയേക്കരയിൽ ടോൾ പിരിവിന് അനുമതി നിശ്ചയിച്ചത്. അതിനുശേഷമാണ് വീണ്ടും അനുമതി നൽകിയിരിക്കുന്നത്. ദീപ്തി, ഫൈസൽ, അതുപോലെ തന്നെ ഈ ഒരു ഗതാഗത കുരുക്കിന് ഇപ്പോഴും പരിഹാരമായിട്ടുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കുമോ? ഇപ്പോഴും മുരുങ്ങൂരിലടക്കം ഈ ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അടക്കം ഈ ഒരു ഗതാഗത കുരുക്ക് പൂർണ്ണമായി പരിഹരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിലവിലും ഈ ഒരു ഗതാഗത കുരുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇപ്പോഴും ഗതാഗത കുരുക്ക് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയത്തിൽ ഇത്രയും നാൾ സ്റ്റേ നേടാൻ കാരണം തന്നെ അത് തന്നെയാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ ഓരോ നിമിഷവും ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തേടിക്കൊണ്ട് തന്നെയാണ് കോടതി കേസ് പരിഗണിക്കുന്നത്. അപ്പോഴും കോടതി അല്ലെങ്കിൽ കളക്ടറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ ഇപ്പോഴും ഗതാഗത കുരുക്ക് തുടരുന്നുണ്ട്, അവിടെ ഇപ്പോഴും ഗതാഗത കുരുക്ക് തുടരുകയാണ്, അതിന് ഒരു ശാശ്വത പരിഹാരമായിട്ടില്ല എന്നൊക്കെ തന്നെയാണ് കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത്. മാത്രമല്ല അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് കളക്ടർ നൽകിയത്. അങ്ങനെയാണ് കോടതി ഇന്ന് അന്തിമവാദം പറയും എന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോടതി അവസാനമായി കേസ് പരിഗണിച്ചത്. അതിനുശേഷം ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു. ഇന്ന് അന്തിമ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അതിൽ പ്രകാരമാണ് കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഏതായാലും ഉപാധികളോടെ ടോൾ പിരിക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇപ്പോഴും പാലിയേക്കരയിൽ ഗതാഗത കുരുക്കിനൊരു ശമനവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ദീപ്തി, അതുപോലെ തന്നെ ഈ ഒരു കേസ് ഇനി വീണ്ടും പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ദീപ്തി, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ പാലിയേക്കരയിൽ ഉപാധികളോടെ ടോൾ പിരിക്കാൻ
കോടതി അനുമതി നൽകി എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 മാസത്തിന് ശേഷമാണ് ടോൾ പിരിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പോൾ കോടതി പറഞ്ഞ ഉപാധി പുതുക്കിയ ടോൾ നിരക്ക് അനുവദിക്കരുത്. അതുമാത്രമല്ല പഴയ ടോൾ നിരക്ക് തന്നെയാണ് പിരിക്കേണ്ടത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ NHAയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും കോടതിയിലേക്ക് സമീപിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിപ്പോൾ അന്തിമ വിധിയാണ്. ഇതിനുശേഷം ഇനിയും ഈ പുതുക്കിയ നിരക്ക് അനുവദിക്കണമെന്നോ ആവശ്യപ്പെട്ടോ മറ്റോ ഇനി കോടതിയെ സമീപിച്ചാൽ മാത്രമേ ഇതിനൊരു ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഇത് കടക്കുകയുള്ളൂ. ദീപ്, പാലിക്കര ടോൾ പിരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. നിരക്ക് കൂട്ടില്ല, പഴയ നിരക്ക് തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലിക്കരയിൽ ഉപാധികളോടെയാണ് ടോൾ പിരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.